വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. പ്രീ ടൈംസ് ആണ്. അപ്പൊ നമ്മളിതാ മെയിൻ എക്സാം ഒക്കെ വരാൻ പോവാണ്. അതിന് മുന്നേ മോഡൽ എക്സാം നമ്മുടെ ഫെബ്രുവരിയിൽ തുടങ്ങാൻ പോവാണ്. അതിനു മുന്നേ IT എക്സാം നിങ്ങൾ നേരിടാൻ പോകുന്നുണ്ട് അല്ലെ. ഇത്തരത്തിൽ വലിയ വലിയ കടമ്പകളിൽ ഒന്നൊന്നായിട്ട് അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. നിങ്ങൾക്ക് ഏത് പാഠം പഠിക്കുമ്പോഴും ഏത് സബ്ജക്റ്റിന്റെ ഏത് ചാപ്റ്റർ നിങ്ങൾ റിവൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയം അവിടെ ഒരു ഉത്തരവായിട്ട് നമ്മുടെ Xylemത്തിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് മിസ് ഇതാ വന്നിട്ടുള്ളത് നമ്മുടെ 10th ബയോളജിയിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങളുടെ ഒരു ചാപ്റ്ററാണ് സോൾജേഴ്സ് ഓഫ് ഡിഫൻസ്. നല്ല രീതിയിൽ വെയിറ്റേജ് വരുന്ന ഒരു പാഠം കൂടിയാണ് പ്രതിരോധത്തിന്റെ കാവലാളുകൾ. അപ്പൊ ഈ പാഠഭാഗത്തിൽ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഇതാ വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. സോ നേരെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങളുടെ വീഡിയോസ് ഈ ഷെയർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കണം, മറക്കരുത്. ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോ കണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സുകൾ മാർക്ക് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് മിസ് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് പഠിക്കാനും ശ്രമിക്കുക. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഡിഫൻസ് മെക്കാനിസം ഇൻ അവർ ബോഡി, നമ്മുടെ ബോഡിയിലുള്ള ശരീരത്തിലെ പ്രധാന പ്രതിരോധ സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ്, അതായത് ശരീര ആവരണങ്ങളും സ്രവങ്ങളും. ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് സ്കിന്നുണ്ട്, മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്, മ്യൂക്കസ് ടിയർ സലൈവ അല്ലെ. ഇതിൽ ബോഡി കവറിംഗ് ആയിട്ട് വരുന്നതാണ് സ്കിന്ന്, നമ്മുടെ ത്വക്ക്, അതുപോലെ തന്നെ മ്യൂക്കസ് മെംബ്രെയിൻ ശ്ലേഷ്മസ്തരം എന്ന് പറയുന്നത്. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള സ്രവങ്ങളാണ് ഇത്. സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ പറയുന്ന മ്യൂക്കസും കാര്യങ്ങളും ഓയിലൊക്കെ നമ്മൾ പറയുന്നത്. അത് സ്കിന്നിന്റെ സ്ട്രക്ചറിൽ നമ്മൾ വീണ്ടും പഠിക്കും. മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മ്യൂക്കസ്. അതല്ലാതെ തന്നെ വരുന്ന സെക്രീഷൻ ആണിത് ടിയറും സലൈവയും, നമ്മുടെ കണ്ണുനീരും അതുപോലെ തന്നെ ഉമിനീരും. ഇനി പ്രധാനപ്പെട്ട ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ്, രക്തമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ലിംഫ് എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിന്റെ ഡിഫൻസ് മെക്കാനിസം, പ്രതിരോധ സംവിധാനങ്ങൾ. ഇവിടെ നിങ്ങൾ 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഫിഗർ അല്ലെങ്കിൽ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സ്കിന്നിന്റെ അല്ലെങ്കിൽ ത്വക്കിന്റെ ഘടന. ഈ ഒരു ഭാഗം മനസ്സിലാക്കി വെക്കുക. ഏറ്റവും പുറമെ ഈ കാണുന്നതാണ് എപ്പിഡെർമിസ്. പിന്നെ ഇവിടെ ഒരു പൂ പോലെ കാണുന്നതാണ് സെബേഷ്യസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ സെബേഷ്യസ് ഗ്രന്ഥി. പിന്നെ ഇവിടെ കാണുന്ന കെട്ട് പണഞ്ഞു കിടക്കുന്നതാണ് സ്വെറ്റ് ഗ്ലാൻഡ്. അപ്പൊ അതേപോലെ തന്നെ പഠിക്കാം. പൂ പോലെ കാണുന്ന സെബേഷ്യസ് ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്രന്ഥി, കെട്ട് പണഞ്ഞു കിടക്കുന്നതാണ് നമ്മുടെ സ്വേദഗ്രന്ഥി അല്ലെങ്കിൽ സ്വെറ്റ് ഗ്ലാൻഡ്. ഇനി എപ്പിഡെർമിസിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയുന്നു? കെരാറ്റിൻ എന്ന ഒരു പ്രോട്ടീൻ കാണുന്നു. അവരെന്ത് ചെയ്യുന്നു? രോഗാണുക്കളെ തടയുന്നുണ്ട്. അത് ഒന്നാമത്തെ ഡിഫൻസ് മെക്കാനിസം നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ത്വക്ക് ചെയ്യുന്നത്. രണ്ടാമത്തേത് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ്. സെബേഷ്യസ് ഗ്രന്ഥിയിലേക്ക് വരുമ്പോഴോ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സെബം ത്വക്കിനെ എണ്ണമയമുള്ളത്, വറ്റിപ്പിടിക്കാതെ അല്ലെ, വെള്ളം വറ്റിപ്പിടിക്കാതെ വളരെ എണ്ണമയം ഉള്ളതാക്കി മാറ്റുന്നത് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ആണ്. മൂന്നാമത്തേതോ സ്വേദഗ്രന്ഥിയാണ്, നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡ്. സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ദിസ് ഡിസ്ട്രോയ് ജംസ് അല്ലെ, ഡിസ്ഇൻഫെക്റ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല രോഗാണുക്കളെ തടയാനും കൂടെ ഈ ഒരു വിയർപ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ഡയഗ്രാമിൽ നിങ്ങൾ പഠിക്കുന്നത്. ലേബൽ ചെയ്യാനും ഓരോന്നിനും ഫങ്ഷൻസും പഠിക്കാം. 3 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി ബോഡി സെക്രീഷൻസ് നിങ്ങൾ നോക്കുമ്പോൾ ശരീരത്തിൽ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മ എവിടെയൊക്കെ കാണാം? നോസിൽ കാണാം, ട്രക്കിയയിൽ കാണാം, അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈൻ നമ്മുടെ ശ്വാസനാളത്തിലും അതുപോലെ കുടലിലും കാണാം. രണ്ടാമത്തെ സെക്രീഷൻ ലൈസോസൈമിലേക്ക് വരുമ്പോൾ, ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. കണ്ണുനീരിലെ ഈ എൻസൈം ഉണ്ട് രോഗാണുക്കളെ തടയാൻ. സലൈവ ഉമിനീരിലുണ്ട്, അതുപോലെ തന്നെ യൂറിൻ മൂത്രത്തിലും ഈ ഒരു ലൈസോസൈം എൻസൈം കാണാം. പിന്നെ മൂന്നാമതായത് HCl, സ്റ്റൊമക്ക്, നമ്മുടെ ആമാശയത്തിൽ കാണുന്നതാണ് HCl. അത് ഹൈഡ്രോക്ലോറിക് ആസിഡും ഇതുപോലെ രോഗാണുക്കളെ തടയുന്നതാണ്. അതും നിങ്ങളോട് എന്താണ് ഡയഗ്രാം ബേസ്ഡ് ആയിട്ട് മാത്സ് ഫോളോയിങ് ആയിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും. കൂടിപ്പോയാൽ 2 മാർക്കിനാണ് ചോദ്യം വരുള്ളൂ. പിന്നെ ഇതാ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കേണ്ട വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആയിട്ടും അല്ലെങ്കിൽ ഇതേപോലെ ഡയഗ്രാം തന്നിട്ട് ഐഡന്റിഫൈ ദ WBC എന്ന രീതിയിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ. ഈ ഫില്ലുള്ളതെല്ലാം ഒരു കാറ്റഗറിയാണ്. മോണോസൈറ്റും ലിംഫോസൈറ്റും വേറൊരു കാറ്റഗറിയാണ്. അതിൽ ന്യൂട്രോഫില്, ബേസോഫിൽ, ഈസിനോഫില് നമ്മൾ നോക്കുമ്പോൾ ന്യൂട്രോഫിൽ എന്ന് പറയുന്നതും മോണോസൈറ്റ് എന്ന് പറയുന്നതും അല്ലെ, ഇവർ രണ്ടുപേരുടെയും പ്രത്യേകത എന്താ? ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഫാഗോസൈറ്റുകൾ എന്ന് ആദ്യം നിങ്ങൾ ഓർത്തു വെക്കുക. ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് എന്ത്? ഫാഗോസൈറ്റ്സ്. നമ്മുടെ ഫാഗോസൈറ്റ്സ് എന്ന് ആലോചിച്ച് വെക്കുക. അത് അവിടെ കഴിഞ്ഞല്ലോ. അപ്പൊ ന്യൂട്രോഫിലും മോണോസൈറ്റും എന്ത് ചെയ്യുന്നു? രോഗാണുക്കളെ എന്ത് ചെയ്യുന്നു? വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയനൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്നു? ഇവര് രാസവസ്തുക്കളിൽ ഉൽപ്പാദിപ്പിച്ച് ആ ടോക്സിൻസ് ആണ് ഈ ഒരു രോഗാണുക്കളെ നശിപ്പിക്കുന്നത്.
ഇനി ബേസോഫിലിലേക്ക് വരുമ്പോഴോ മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്ന രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ബേസോഫിലാണ് ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുന്നതും മറ്റ് WBCനെ എന്ത് ചെയ്യുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈസനോഫില്ലോ ഡിസ്ട്രോയ് ഫോറിൻ ബോഡി സിന്തസൈസ് കെമിക്കൽ റിക്വയർഡ് ഫോർ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഈസനോഫിൽ എന്ന് അറിഞ്ഞു വരുമ്പോൾ ഈസി ആയിട്ട് വിങ്ങൽ ഉണ്ടാക്കുന്നു ആലോചിക്കാം. ഏതാണ് ഈസി ആയിട്ട് വിങ്ങൽ ഉണ്ടാക്കുന്നു. അപ്പൊ വിങ്ങൽ പ്രതികരണം ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ ഒരു ടേക്ക് പാർട്ട് ചെയ്യുന്ന ഒന്നാണെന്ത്, നമ്മുടെ ഈസനോഫിൽ. അതുപോലെ തന്നെ വരുന്നതാണെന്ത് അല്ലെ, വീങ്ങൽ പ്രതികരണം ഈസനോഫില് വരുന്നതാണ്. ലിംഫോസൈറ്റ് ആണ് പിന്നെ എന്താ നമ്മുടെ പ്രധാന ആള്. ഒരു ജാമ് വന്നാൽ അതിന് സ്പെസിഫിക് ആയിട്ട് പോയിട്ട് അതിനെ വെടിവെച്ച് നശിപ്പിക്കുന്ന ആളാണ് ആര്, ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം, പ്രത്യേക പ്രതിരോധം നടത്തുന്ന ആളാണ് ആര്, ലിംഫോസൈറ്റ്. അത് പ്രത്യേകം 1 വേർഡിന് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇത് 5 WBCസും അതിന്റെ ഫങ്ഷൻസും നിങ്ങൾ പഠിച്ചു വെക്കാം. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്, വിങ്ങൽ പ്രതികരണം. ഇഞ്ചുറി ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ഡയഗ്രാം ആണ്. ഇത് 4 മാർക്കിന് വരെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, 4 മാർക്കിന് വരെ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഫ്ലോ ചാർട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ ചോദിക്കും. രണ്ടാമതായിട്ട് ഇത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും. പിന്നെ ഇതിൽ ചില കാര്യങ്ങൾ മിസ്സിംഗ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ വിങ്ങൽ പ്രതികരണം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ, മുറിവിലൂടെ രോഗാണുക്കൾ പ്രവേശിക്കുന്നുണ്ട് അല്ലെ. പാത്തജൻസ് എൻറ്റർ, ആദ്യത്തെ സ്റ്റെപ്പ്, രോഗാണുക്കൾ കയറുന്നു. രോഗാണുക്കൾ കയറുമ്പോഴോ അവിടെ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തരോമികകൾ എന്ത് ചെയ്യുന്നു, ഡയലേറ്റ് ചെയ്യുന്നുണ്ട്, വികസിക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ ഇത്രയും ആയി കഴിയുമ്പോഴത്തേക്കും ഈ വികസിക്കുന്ന സമയത്ത് മാക്സിമം ബ്ലഡ് ഫ്ലോ, രക്തം ഉണ്ടാകുന്നു, അവിടേക്ക് WBCകൾ ഓടിയെത്തുന്നു. WBCs റൺ ആൻഡ് ക്ലൈം അല്ലെ. ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു, 5-മതായിട്ട് നമ്മുടെ ന്യൂട്രോഫിലും മോണോസൈറ്റുകളും എന്ത് ചെയ്യുന്നു, യെസ് ഇവര് 3 പേരും ന്യൂട്രോഫിലും മോണോസൈറ്റുകളും കൂടെ അവിടെ ഫാഗോസൈറ്റോസിസ് ഒക്കെ നടത്തി വിങ്ങൽ പ്രതികരണം നടത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. യെസ്, അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. മോണോസൈറ്റുകളുടെ കാര്യം ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഫാഗോസൈറ്റോസിസ് ആണ്. ഫാഗോസൈറ്റോസിസിൽ ഇതേ ചിത്രം തന്നിട്ട് 4 മാർക്കിനും 3 മാർക്കിനും ഓർഡർ എഴുതാനും ചിത്രം തന്ന് ലേബൽ ചെയ്യാനും ചോദിക്കും. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ട് ഓർക്കുക, ഈ ഒരു ആക്ഷൻ ചെയ്യുന്ന പ്രധാന ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽ ഓർഗൻ ആയിട്ടുള്ള ലൈസോസോമാണ്. പാത്തജൻസ് അല്ലെങ്കിൽ രോഗാണു കയറി കഴിഞ്ഞാൽ അവിടത്തേക്ക് ഈ ഒരു WBC എന്ത് ചെയ്യുന്നു, രോഗാണുക്കളെ സരസഞ്ചിയിൽ ഉൾക്കൊള്ളിക്കുന്നു. സരസഞ്ചിയിൽ ഉൾക്കൊള്ളിച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ ആരുണ്ട്, ലൈസോസോം ഉണ്ട്. അപ്പൊ WBC എന്ന് പറഞ്ഞ ഒരു സെല്ലാണ്, അതിനുള്ളിൽ ലൈസോസോം ഉണ്ട്. ഈ ലൈസോസോം എന്ത് ചെയ്തു, കുറച്ച് എൻസൈംസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അവരെ സരസഞ്ചിയിൽ ഉള്ളിലിട്ട് എൻസൈം വെച്ച് നശിപ്പിക്കുന്നു. അപ്പൊ എന്തായി, ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു, രോഗാണുക്കളെ നമ്മൾ നശിപ്പിച്ചു. അങ്ങനെ വിഴുങ്ങി നശിപ്പിച്ചതിന് ശേഷം ലൈസോസോമിലെ എൻസൈമുകൾ രോഗാണുക്കളെ ശിഥിലീകരിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ടേക്ക് പാർട്ട് ചെയ്യുന്ന എൻസൈമുകൾ നിങ്ങൾ മറക്കണ്ട, ഒന്ന് ന്യൂട്രോഫിലും രണ്ടാമത്തേത് മോണോസൈറ്റുമാണ്. ഓക്കെ, യെസ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് പ്രധാനപ്പെട്ട ബ്ലഡ് ക്ലോട്ടിംഗ്, രക്തം കട്ടപിടിക്കലിലേക്കാണ്. ബ്ലഡ് ക്ലോട്ടിംഗ്, രക്തം കട്ടപിടിക്കലിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫ്ലൂ ചാർട്ട് തന്നെയാണ്, സ്റ്റെപ്സ് ചോദിക്കാറുള്ളതാണ്. അതുകൂടാതെ ഇതിന്റെ ഉപയോഗിച്ചിരുന്ന എൻസൈം ഏതാണ്, ഇതിൽ ആവശ്യമായിട്ടുള്ള അയോണുകൾ ഏതാണ്, ഇവിടെ ആവശ്യമായി വരുന്ന വിറ്റാമിൻ ഏതാണ്, ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക. അപ്പൊ ആദ്യം എന്ത് സംഭവിക്കുന്നു, നമ്മുടെ കയ്യിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ അവിടെ ഡാമേജ് ആയ സെല്ലുകൾ, മുറിവേറ്റ കോശങ്ങളും പ്ലേറ്റ്ലെറ്റുകളും ചേർന്ന് ഒരു എൻസൈം ഉണ്ടാക്കുന്നു. ആദ്യമായി എൻസൈമാണ് ഉണ്ടാകുന്നത്, അതാണ് ത്രോംബോപ്ലാസ്റ്റ്. ഈ ത്രോംബോപ്ലാസ്റ്റ് എന്ന രാസാഗ്നി ഉണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യുന്നു, പ്ലാസ്മയിലുള്ള ബ്ലഡ് പ്ലാസ്മയിലുള്ള നോട്ട് ദ പോയിന്റ് ഡോട്ട് പ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ എന്ത് ചെയ്യുന്നു, ത്രോംബിനാക്കി മാറ്റുന്നു. പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു ബൈ ത്രോംബോപ്ലാസ്റ്റ്. അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈമും ത്രോംബോപ്ലാസ്റ്റിനാണ്, കാൽഷ്യം അയോണുകളാണ്, അതുപോലെ തന്നെ വിറ്റാമിൻ കെയുമാണ്. അത് കഴിഞ്ഞ് ത്രോംബിൻ ഉണ്ടായാൽ ഈ ത്രോംബിൻ എന്ത് ചെയ്യുന്നു, ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കുന്നു, ഫൈബ്രിനോജനെ ഫൈബേഴ്സ് ആക്കുന്നു. ഈ ഫൈബ്രിൻ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു, ആ മുറിവേറ്റ സ്ഥലത്ത് ഒരു വലക്കണ്ണികൾ പോലെ രൂപപ്പെടുന്നു. അതിൽ RBCയും പ്ലേറ്റ്ലെറ്റുകളൊക്കെ കെട്ടിക്കിടക്കുന്നു. അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നു. സ്റ്റെപ്പ് പഠിക്കണം, ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിക്കണം, ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഫീവർ ഒരു ഡിഫൻസ് മെക്കാനിസം, പനി ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. കാരണം എന്തുകൊണ്ടാണ്, രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറി. രോഗാണുക്കൾ ശരീരത്തിൽ കയറി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡി അലേർട്ടായി. അപ്പൊ തന്നെ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന പാത്തജൻസ് കയറി എന്നറിയുമ്പോൾ പാത്തജൻസ് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. രോഗാണുക്കൾ ചെറിയ തരത്തിലുള്ള രാസവസ്തുക്കൾ ഉണ്ടാകും. അപ്പൊ തന്നെ WBC അറിയും. ആ WBC വേഗം തന്നെ എന്ത് ചെയ്യും, കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ ടോക്സിൻസിനെ നിർവീര്യമാക്കാൻ തുടങ്ങും. അപ്പൊ രോഗാണുക്കൾ കയറിയിട്ടുണ്ട് എന്ന് എല്ലാവരും അറിയിക്കുന്നത് ബോഡിന്റെ ടെമ്പറേച്ചർ കൂട്ടിയിട്ടാണ്. നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നോർമലിൽ നിന്ന്
കൂട്ടാൻ തുടങ്ങും. കൂട്ടിക്കഴിയുമ്പം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയ കുറയും, ബാക്ടീരിയ പെരുകുന്നത് കുറയും. അത് മാത്രമല്ല ഫാഗോസൈറ്റോസിസ് കൂട്ടുന്നു. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ പനി ഒരു പ്രതിരോധ പ്രവർത്തനമാണ്, അതിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. പിന്നെ ബി ലിംഫോസൈറ്റിന്റെയും ടി ലിംഫോസൈറ്റിന്റെയും ഫംഗ്ഷൻസ് പഠിക്കാം. രണ്ടും രണ്ട് രീതിയിലാണ്, ഇത് രണ്ടും സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ ആന്റിജൻസിനെതിരെ ആന്റിബോഡീസ് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ബി ലിംഫോസൈറ്റ്. അവരെന്ത് ചെയ്യുന്നു? ബാക്ടീരിയനെ അവരുടെ സെൽ മെമ്പറെ നശിപ്പിച്ച് അവരെ കൊല്ലുന്നു, ടോക്സിൻസിനെ ന്യൂട്രലൈസ് ചെയ്ത് ആന്റിജൻസിനെ നശിപ്പിക്കുന്നു, ഡിസ്ട്രോയ് പാത്തജൻ ബൈ സ്റ്റിമുലേറ്റിംഗ് അതർ WBC മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നതിനും ബി ലിംഫോസൈറ്റിന് പങ്കുണ്ട്. അത് കഴിഞ്ഞാൽ ടി ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നു? ഒന്ന് മറ്റ് WBCകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനത്തിനായിട്ട് വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ള കോശങ്ങളെ നശിപ്പിക്കാൻ കഴിവുണ്ട്, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിവുണ്ട്. അപ്പം വൈറസ് കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ളത് ആർക്കാണ്? ടി ലിംഫോസൈറ്റിനാണ്. പക്ക ക്ലിയർ അല്ലേ? ഈ ഭാഗം നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി അടുത്ത പ്രധാനപ്പെട്ടത് ലിംഫും പ്രതിരോധം. ബ്ലഡ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ലിംഫും. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ നമുക്കറിയാം കണ്ടെയ്ൻസ് മെനി ഓഫ് ലിംഫോസൈറ്റുകൾ. ആൻഡ് ലിംഫിൽ എന്തൊക്കെ വരും? ലിംഫ് ഡക്ട്, സ്പ്ലീന്, ലിംഫ് നോഡുകളാണ് വരുന്നത്. ആൻഡ് ഇവിടെ ഡിസീസ് കോസിംഗ് ബാക്ടീരിയ ഇൻ ദ ലിംഫ് നോഡ്സ് ആൻഡ് സ്പ്ലീൻ. ലിംഫ് നോഡിലും സ്പ്ലീനിലുമുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും ഉണ്ട്. ഇതിൽ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും ഉണ്ടാവുന്നത് ബോൺ മാരോയിൽ നിന്നാണ്. പക്ഷേ മെച്യൂർ ആവുന്നത് ബി ലിംഫോസൈറ്റ് ബോൺ മാരോയിൽ നിന്നായതുകൊണ്ടാണ് ബി എന്ന് പേര്, അത് മെച്യൂർ ആവുന്നത്. എന്നാൽ ടി ലിംഫോസൈറ്റ് ഉണ്ടാവുന്നത് ബോൺ മാരോയിൽ നിന്നാണെങ്കിലും മെച്യൂർ ആവുന്നത് തൈമസ് ഗ്ലാൻഡിൽ നിന്നാണ്, അതുകൊണ്ട് അവർ ടി ലിംഫോസൈറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം കൂടെ പഠിച്ചു വെക്കാം. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ആണ്, പ്രതിരോധവൽക്കരണം മുന്നോട്ട് കൊണ്ടുവന്നത് എഡ്വേർഡ് ജെന്നർ ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? വാക്സിനുകളെ കൊണ്ടുവരുന്നു അല്ലെ. അപ്പൊ ഈ വാക്സിൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ എടുക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളാണ് വാക്സിനുകൾ. അപ്പൊ ഈ പറയുന്ന ആന്റിജൻസ് നമ്മൾ കൃത്രിമമായിട്ട് ഏതെങ്കിലും ഒരു രോഗ അണുവിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ രാസവസ്തുക്കളെ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയും നമ്മുടെ ബോഡിയിൽ ആ രോഗാണു കയറിയാൽ അപ്പം തന്നെ നമ്മുടെ ബോഡി ഉണ്ടാക്കിയ ആന്റിബോഡീസ് റിയാക്ട് ചെയ്ത് അവർ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനൊരു മെമ്മറി പവർ കൊടുക്കുക ചെയ്യുന്നത്. നമ്മുടെ ബോഡിക്ക് ആ രോഗാണുവിനെ തിരിച്ചറിയാനുള്ള ആന്റിബോഡീസിനെ ഉണ്ടാക്കാനുള്ള മെമ്മറി കൊടുക്കുന്നത് ഈ വാക്സിൻ കൊടുക്കുന്നത് വഴിയാണ്. അപ്പം അതാണ് അവിടെ നിങ്ങൾ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ വാക്സിൻസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയാണെന്നാണ്: BCG, ട്യൂബർകുലോസിസ്, OPV, പോളിയോ, പെന്റാവാലന്റ്, ഡിഫ്തീരിയ, ടെറ്റനസിനൊക്കെ യൂസ് ചെയ്യുന്നത്. MMR, മീസ്ലസ്, മംസ്, റുബെല്ലയ്ക്ക് വേണ്ടിയിട്ടാണ്. TT, ടെറ്റനസ് വാക്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ, നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റുകളാണ്. ആയുർവേദ, ചരക, ശുശ്രുത, ഹോമിയോപ്പതി സാമൽ ഹാനിമാൻ ആണ്. ഇത്തരത്തിലുള്ള രോഗ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് നമുക്ക് രോഗം എങ്ങനെ നമുക്ക് കുറയ്ക്കാമെന്ന് പറയുന്നതാണ് ഹോമിയോപ്പതി. അലോപ്പതി ഹിപ്പോക്രാറ്റസ് ആണ് കൊണ്ടുവന്നത്. ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് വഴിയാണ് നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നത്. പിന്നെ യുനാനി നമുക്കറിയാം, ഹിപ്പോക്രാറ്റസ് ഗാലനാണ്. രക്തം, കഫം, ഇരുണ്ട മഞ്ഞ, പിത്തരസങ്ങൾ എന്നീ 4 തരം ദ്രവങ്ങളെ എന്ത് ചെയ്യുന്നു? കൃത്യരീതിയിൽ തെറ്റുമ്പോൾ, അതിന്റെ കൃത്യത തെറ്റുമ്പോൾ വരുന്നത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ യുനാനി മെക്കാനിസം പഠിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് 1 മാർക്കിനൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് ഓരോന്നിന്റെയും യൂസസ് ആണ് പഠിക്കേണ്ടത്. ഇലക്ട്രോ എൻസെഫലോഗ്രാം, EEG, ഇലക്ട്രോ കാർഡിയോഗ്രാം, ഗ്രാം ആണ് ഗ്രാം, അത് ECG. എൻസെഫലോഗ്രാം എന്ത് ചെയ്യുന്നു? ബ്രെയിനിന്റെ വേവ്സ്, ഇലക്ട്രിക്കൽ വേവ്സ് അളക്കാൻ സഹായിക്കുന്നു. ECG എന്തിനാണ്? ഹാർട്ടിലെ വേവ്സ് അളക്കാനാണ്. അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ നമ്മുടെ ആന്തര അവയവങ്ങളുടെ ഘടനയൊക്കെ മനസ്സിലാക്കാൻ. CT സ്കാനർ, എക്സ്റേയുടെയും കമ്പ്യൂട്ടറിന്റെയും സഹായത്തോടെ എന്ത് ചെയ്യാൻ പറ്റുന്നു? നമ്മുടെ 3D വിഷൻ നമുക്ക് ലഭിക്കുന്നു. പിന്നെ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ, ഫുൾ ഫോം ആയിട്ടും 1 വേർഡിന് ചോദിക്കാവുന്നതാണ്. MRI സ്കാനർ, അവരെന്ത് ചെയ്യുന്നു? 3D വിഷ്വൽസ് നമുക്ക് ലഭിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് 3 നിങ്ങൾക്ക് സെറ്റ് ആണല്ലോ. നമുക്ക് സ്റ്റെതസ്കോപ്പ് ഉണ്ട്, ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വിഗ്മോ മാനോമീറ്റർ ഉണ്ട്, നമ്മുടെ ബ്ലഡ് പ്രഷർ, രക്തം സമ്മർദ്ദം അളക്കാൻ വേണ്ടി. തെർമോമീറ്റർ നമ്മുടെ ടെമ്പറേച്ചർ, താപനില അളക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. പിന്നെ നമ്മുടെ ആന്റിബയോട്ടിക്സ് ആണ്. ആന്റിബയോട്ടിക്സ് കൊണ്ടുവന്നത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആദ്യമായി കൊണ്ടുവന്ന ആന്റിബയോട്ടിക് ഏതാണെന്നാണ്. അത് നമ്മുടെ പെനിസിലിൻ ആണ്. ഓക്കെ, അപ്പം കാൾ ലെനീസ്റ്റർ. ഇനിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആട്ടോ. ബ്ലഡ് ഗ്രൂപ്പിംഗ് കൊണ്ടുവന്നത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. നമ്മുടെ RBC, ഇതിപ്പോ RBC ആണെങ്കിൽ ഈ RBCയിൽ ഒരു ആന്റിജൻ ഉണ്ടാവും. A ആന്റിജൻ ആണെങ്കിൽ അത് A ബ്ലഡ് ഗ്രൂപ്പ്. ഇനി B ആന്റിജൻ ആണെങ്കിൽ B ബ്ലഡ് ഗ്രൂപ്പ്.
ഒരു ആന്റിജനും ഇല്ലെങ്കിൽ അത് O ബ്ലഡ് ഗ്രൂപ്പാണ്. ഇനി A ആന്റിജന്റെ കൂടെ തന്നെ RH ഫാക്ടറും ഉണ്ടെങ്കിൽ അത് A പോസിറ്റീവ് ആണ്. B ആന്റിജന്റെ കൂടെ RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് B പോസിറ്റീവ് ആണ്. AB ആന്റിജൻ ഉണ്ടെങ്കിൽ അത് AB ബ്ലഡ് ഗ്രൂപ്പും RH ആന്റിജൻ ഉണ്ടെങ്കിലോ AB പോസിറ്റീവും. ഇതിന് നിങ്ങൾക്ക് പഠിക്കാൻ ഈ ടേബിൾ തന്നെയാണ്. ഏതാണോ ആന്റിജൻ ഉള്ളത് അത് വെച്ചിട്ട് വേണം ബ്ലഡ് ഗ്രൂപ്പ് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. A ആന്റിജൻ ആണെങ്കിൽ A ബ്ലഡ് ഗ്രൂപ്പ്, B ആന്റിജൻ ആണെങ്കിൽ B ബ്ലഡ് ഗ്രൂപ്പ്, Aയും Bയും ഉണ്ടെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പ്, ഒന്നുമില്ല എങ്കിൽ 0 O ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് ആലോചിക്കാം. ഏതാണോ ആന്റിജൻ ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് ആന്റിബോഡീസ് വരിക. അത് നിങ്ങൾക്ക് ഇതുപോലെ സ്മോൾ ലെറ്ററിലാണ് എഴുതുന്നത്. A ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് B ആന്റിബോഡി, B ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് A ആന്റിബോഡി, AB ആന്റിജൻസ് ആയിട്ട് ഒരു ആന്റിബോഡീസും ഇല്ല. O ആന്റിബോഡി അല്ലെങ്കിൽ O ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് ആന്റിബോഡി 2 Aയും Bയും ഉണ്ട്. ഓക്കെ. പിന്നെ പ്ലാന്റ്സിന്റെ ഡിഫൻസ് മെക്കാനിസം ആണ് പഠിക്കാനുള്ളത്. വാക്സ് ഇത് ചോദിക്കാറുള്ളത് കേട്ടോ, സ്ഥിരമായിട്ട് വരുന്ന ഒരു ആനുവൽ എക്സാമിന് സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ക്യൂട്ടിക്കൽ ഉണ്ട്, വാക്സ് കവറിങ് ക്യൂട്ടിക്കൽ. ജോംസിനെ ലീവ്സിലൂടെ ഇലയിലൂടെ വരുന്നത് തടയുന്നു. പുറംതൊലി ബാർക്ക് എന്ത് ചെയ്യുന്നു? നേരിട്ടുള്ള രോഗാണു സമ്പർക്കം ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്റ്റിനെ തടയുന്നു. കാരണം നല്ല കട്ടിയുള്ള ആവരണമാണ് ബാർക്ക്. പിന്നെ കോശഭിത്തി എന്ന് പറയുന്നത് നമുക്ക് ലിഗ്നിൻ ഡെപ്പോസിഷൻ ഉണ്ട് അല്ലെ. ലിഗ്നിൻ, ക്യൂട്ടിൻ, സുബറിനൊക്കെ എന്ത് ചെയ്യുന്നു? സെൽ വോൾ റിജിഡിറ്റി കൊടുക്കുന്നു. അത് രോഗാണുക്കളെ ഒരു പരിധി വരെ തടയുന്നുണ്ട്. പിന്നെ നമ്മുടെ സെൽ വോൾ കടന്ന് ഉള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവയെ തടയാനായിട്ടാണ് സെൽ മെംബ്രോണിൽ കാലോസ് എന്നൊരു പോളീസ് ആക്രൈഡ് ഉള്ളത്. അപ്പൊ അതെന്ത് ചെയ്യുന്നു? സെൽ വോൾ കോശഭിത്തി കടന്നെത്തിയ രോഗാണുക്കളെ നശിപ്പിക്കാനാണ് പ്ലാന്റ്സിലുള്ള ഈ ഒരു ഡിഫൻസ് മെക്കാനിസം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് പക്ക സെറ്റ് ആക്കുക. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കമന്റ് ബോക്സ് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് തരികയാണ്. ബ്ലഡ് ക്ലോട്ടിങ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, രക്തം കട്ടപിടിക്കുന്നത്. രക്തം കട്ടപിടിക്കുന്നതിൽ ആദ്യം ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്, രാസാഗ്നി ഏതാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്ലാസ് ഇഷ്ടമായി, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളെ കാണാൻ വരുന്നതാണ്. See you soon in the next live and next video. അപ്പം till then, bye bye.